മാനത്ത് മഴ കണ്ടാൽ വീട്ടിൽ തന്നെ ഇരിക്കുക. മഴ നനഞ്ഞ് പനി പിടിക്കാതിരിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. അതാണ് ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ജലാശയങ്ങളായി മാറുന്ന മെട്രോ നഗരങ്ങൾ, ഓടകൾ പൊട്ടിയൊഴുകുന്നു, ജനജീവിതം സ്തംഭിക്കുന്നു, പ്രകൃതി ദുരന്തങ്ങൾ ഒരു തുടർക്കഥയായി മാറുന്നു. എന്താണ് നമ്മുടെ നാട്ടിലെ സാങ്കേതിക വിദ്യയ്ക്ക് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിലെ റോഡുകളും ഓടകളും പാലങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. ഡൽഹിയിൽ IAS അക്കാഡമിയിൽ നടന്ന ദാരുണാന്ത്യം, 3 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വെള്ളപ്പൊക്കം, ഇതൊക്കെ ഏറ്റവും അടുത്ത ഉദാഹരണങ്ങളാണ്. ഈ അടുത്തയിടയ്ക്ക് പാർലമെന്റിൽ നടന്ന ഒരു പ്രസംഗം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. How can we as a nation, which is able to land in the uncharted part of the moon, still have manual scavenging? How can we not build roads which don't go away in one monsoon? While we have this great scientific capacity, where have we lost it? I completely understand our heritage and our history has been very closely associated with science and with astronomy. In Tamil Nadu, you come to the Brigadishwara temple, you will talk about that building for thousands of years. But I am not sure whether we are going to be talking about this parliament 1000 years from now. I am not sure whether this building will last 1000 years from now. Where have we lost that? That is where we really need to focus. I am completely in agreement that we must research, we must test, we must go back to our roots to find out where did we lose this science which we already had. How can we? തമിഴ്നാട്ടിൽ നിന്നുള്ള MP ആയ കാർത്തി ചിദംബരം നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ ഈ കേട്ടത്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻഗാമികൾ പണിഞ്ഞ ചരിത്ര സ്മാരകങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നു, യാതൊരു പരിക്കുമില്ലാതെ ഇന്ത്യയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച്. എന്നാൽ 1000 ദിവസം പോലുമാകാത്ത, 100 ദിവസം പോലുമാകാത്ത ആധുനിക നിർമ്മിതികൾ തകർന്നു വീഴുന്നു, റോഡിൽ വിള്ളലുണ്ടാകുന്നു, ഓടകൾ അശാസ്ത്രീയമായി നിർമ്മിക്കുന്നു. സാങ്കേതികമായി ഒട്ടും തന്നെ പുരോഗമിക്കാത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിർമ്മിതികൾ ഇത്ര ശക്തമായി തലയുയർത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഉന്നതിയിലെത്തിയ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള നിർമ്മിതികൾ ഇത്ര പരാജയമായി തീരുന്നത്? എവിടെയാണ് ഇന്ത്യക്കാർക്ക് പിഴയ്ക്കുന്നത്? പാരമ്പര്യമായി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ടെക്നോളജിയും സയൻസും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടത്. ആ ഗ്യാപ്പ് എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ അദ്ദേഹം ചോദിക്കുന്ന ആംഗിളിലല്ല RR ടോക്സി വിഷയത്തെ കാണുന്നത്, അല്ലേ? ഡൽഹിയിലെ റാവൂസ് IAS അക്കാഡമിയിലെ ബേസ്മെൻറ്റിലെ ലൈബ്രറിയിലിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്ന 3 വിദ്യാർത്ഥികളാണ് ദാരുണമായ അന്ത്യത്തിനിടയായത്. ഓട പൊട്ടി ഒഴുകി മലവെള്ളം പോലെ വന്ന വെള്ളം ഏകദേശം 7 അടിയോളം ഉയരത്തിൽ ബേസ്മെൻറ്റിൽ നിറഞ്ഞു. 16ഓളം പേരെ രക്ഷിക്കാനായി ഈ 3 പേരെ പിന്നീട് വളരെ ശ്രമപ്പെട്ടാണ് ഇവരുടെ മൃതശരീരങ്ങൾ പുറത്തെടുക്കാൻ സാധിച്ചത്. ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് അശാസ്ത്രീയമായ നിർമ്മാണം മാത്രമല്ല, സാങ്കേതികത്വം മാത്രമല്ല, ഒരു വലിയ പ്രശ്നമുണ്ട്, അഴിമതി എന്ന വലിയൊരു പ്രശ്നം. എന്തുകൊണ്ടാണ് ഇവിടുത്തെ നിർമ്മിതികൾക്ക് ഒരു ക്വാളിറ്റി ഇല്ലാതെ പോകുന്നത്? നമ്മൾ പണ്ട് കാലത്ത് പിന്തുടർന്ന ശാസ്ത്രീയമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ തിങ്സ് മനസ്സിലാക്കാതെയുള്ള ഗ്യാപ്പ് കൊണ്ടാണ് എന്ന് ആ MP പറഞ്ഞതല്ല യഥാർത്ഥ കാരണം. യഥാർത്ഥ കാരണം ഇവിടുത്തെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ്. സർക്കാർ ഫണ്ടാണ്, പൊതുജനങ്ങളുടെ മുതലാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആത്മാർത്ഥതയില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥരും ഗ്രീഡിയായ രാഷ്ട്രീയ നേതാക്കളുമാണ് ഇവിടുത്തെ ഈ നിർമ്മിതികളെ, ഈ പബ്ലിക് നിർമ്മിതികളെ ഈ തരത്തിലേക്ക് തരം താഴ്ത്തുന്നത്. ചന്ദ്രനിൽ പോകുന്ന മനുഷ്യൻ, സൂര്യനിൽ പോകാൻ തയ്യാറെടുക്കുന്ന മനുഷ്യൻ, ചന്ദ്രനിൽ ടൂറിസ്റ്റായി പോകാൻ തയ്യാറെടുക്കുന്ന മനുഷ്യർ, നമ്മൾ ഒത്തിരി വളർന്നു കഴിഞ്ഞു. എങ്കിലും അടിസ്ഥാന സാങ്കേതിക വിദ്യയിലെ നിർമ്മിതിയിൽ നമ്മൾ ഇനിയും പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പുരോഗമിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ സിസ്റ്റം ആ രീതിയിൽ പുരോഗമിച്ചിട്ടില്ല എന്നാണ് സത്യം. ഒരു സാധാരണക്കാരനായ കോൺട്രാക്റ്റ് ഒരു മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിൻ്റെയോ വർക്ക് എടുത്താൽ പോലും പിടിക്കുന്ന തുകയിൽ ഒരു 30% കൈക്കൂലിയായി കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ആ ബില്ല് മാറിക്കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള 70% തൻ്റെ ലാഭവും കഴിച്ചു കിട്ടുന്ന തുച്ഛമായ തുകയിൽ വേണം തൻ്റെ വർക്ക് പൂർത്തിയാക്കാൻ. പിന്നെ എവിടെയാണ് ക്വാളിറ്റിയിൽ, എവിടെയാണ് സാങ്കേതിക വിദ്യയിൽ ശ്രദ്ധിക്കാൻ സാധിക്കുക? എങ്ങനെയെങ്കിലുമൊക്കെ വർക്ക് പൂർത്തിയാക്കുക, തൻ്റെ ലാഭം ഉണ്ടാക്കുക. കൈക്കൂലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥനും രാഷ്ട്രീയക്കാരനും ലാഭം കിട്ടുന്ന കോൺട്രാക്ടർക്കും മാത്രം ഗുണം ചെയ്യുന്ന പബ്ലിക് നിർമ്മിതികൾ, പബ്ലിക് കോൺട്രാക്റ്റുകൾ വിഡ്ഢികളായ സാധാരണ ജനം ഇതിനനുഭവിക്കുന്നു. അതല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്? ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതു ഫണ്ട് അല്ലെങ്കിൽ പബ്ലിക് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തികൾക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നതാണ്. ഒരു റോഡാകട്ടെ, ഒരു പാലമാകട്ടെ, ഇതിനൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു പാലത്തിനോ റോഡിനോ തോടിനോ നിർമ്മിതിക്ക് ശേഷം എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചാൽ അത് പണിഞ്ഞ കോൺട്രാക്ടർ, അത് അപ്രൂവ് ചെയ്ത ഉദ്യോഗസ്ഥൻ, ഇതിന് ചുക്കാൻ പിടിച്ച ജനപ്രതിനിധി, ഇവരൊക്കെ തന്നെ ശിക്ഷയ്ക്ക് അർഹരാകണം, ഇവരൊക്കെ തന്നെ നിയമത്തിൻ്റെ മുന്നിൽ മറുപടി പറയണം എന്നൊരവസ്ഥ എത്തിയാൽ മാത്രമേ ഇവിടുത്തെ പബ്ലിക് നിർമ്മിതികൾ നിലവാരത്തിലെത്തൂ. അത്തരത്തിൽ നിലവാരത്തിലെത്തിക്കഴിഞ്ഞാൽ ശക്തമായ ടൗൺ പ്ലാനിങ്ങും ശക്തമായ സംവിധാനങ്ങളും ഉണ്ടായാൽ ഒരു പരിധിവരെ 2 ദിവസത്തെ മഴയിൽ വെള്ളം പൊങ്ങുന്ന നഗരങ്ങളെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സാങ്കേതിക വിദ്യയിൽ ലോകത്തിനെ നെറുകയിലെത്തി എന്നൊക്കെ അഭിമാനം കൊള്ളുന്ന ഭാരതം പോലൊരു രാജ്യത്ത്
ഒരു സാധാരണ വില്ലേജിലുള്ള സുരക്ഷിതത്വം പോലും നഗരങ്ങളിൽ ഇല്ലാത്ത അവസ്ഥയാണ് 2 ദിവസത്തെ മഴ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ അകാലത്തിൽ ചരമമടഞ്ഞ 3 വിദ്യാർത്ഥികളുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് തൽക്കാലം RR ടോക്സ് നിർത്തുന്നു. അഴിമതി തന്നെയല്ലേ ഇത്തരത്തിലുള്ള സാങ്കേതിക പോരായ്മകൾക്ക് പ്രധാന കാരണം? ഭരിക്കുന്ന സർക്കാരുകളെയും സാങ്കേതികവിദ്യയും പഴി പറയുന്നതിന് പകരം എന്തുകൊണ്ട് പോരായ്മകളുണ്ടായി എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്കാകട്ടെ. ഒരു അഴിമതിരഹിത സമൂഹം മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴിയെന്ന് RR ടോക്സ് ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.